ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാളം പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുതിയ പാഠം അല്ലേ, പാഠഭാഗത്ത് തന്നെ ആദ്യം ഒരു കടങ്കഥ പറയുന്നുണ്ട്. എന്താണത്? രസിദ്ധം എന്ന പാഠഭാഗമാണ് അല്ലേ. ഒരു കടംകഥ കൊണ്ടാണ് നമ്മളുടെ ഈ പാഠം തുടങ്ങുന്നത്. പച്ച കണ്ടു പച്ച കൊത്തി, പൊന്നു കണ്ടു പൊന്നു കൊത്തി, വെള്ളി കണ്ടു വെള്ളി കൊത്തി, വെള്ളം കണ്ടു. എന്താണ്? നമുക്ക് പെട്ടെന്ന് പറയാം, തേങ്ങയാണല്ലേ. അപ്പോൾ കടങ്കഥയുടെ ഉത്തരം എന്താണ്? തേങ്ങ. പിന്നെ നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിനെ കുറിച്ചൊക്കെ നിങ്ങൾ പാഠഭാഗം ഒന്ന് വായിച്ച് നോക്കുക. നമുക്കിതിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. നെഹ്റു ട്രോഫി വള്ളം കളി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:45 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതാ വരുന്നുണ്ട്. ഓ, എത്തിപ്പോയി. അകലെ കണ്ണു നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഡൊറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകളിൽ ഇളക്കി വരുന്നത് കാണാറായി. ആ ബോട്ടിനൊരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു. ബോട്ട് മണ്ഡപത്തോടടുക്കാറായി. അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾക്ക് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു. ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിനു സമീപമെത്തി. എന്താണ് ഡൊറോത്തി? ഒരു നൗകയുടെ ഒരു ബോട്ടിന്റെ പേരാണല്ലേ. വിശിഷ്ടാതിഥി പുറത്തിറങ്ങി. ചൂടിദാർ പൈജാമയും കുർത്തയും ഗാന്ധിത്തൊപ്പിയും പത്താൻ ഷൂസുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി. പണ്ഡിറ്റ് കി ജയ് ജയ്. അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനാവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. സ്വതസ്ലിദ്ധമായ പുഞ്ചിരി യോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി. അധികം താമസിച്ചില്ല. അത്യുച്ചത്തിൽ ഒരു വെടി പൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു. അവ 1 മൈൽ ദൂരെ സമാധരായി നിൽക്കുകയായിരുന്നു. അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു. അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിയക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി. കളിയാടങ്ങൾ മണ്ഡപത്തോട് അടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു. അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കേറാൻ പോലും അദ്ദേഹം മടിച്ചില്ല. ഇത് നെഹ്റുവിന്റെ ഒരു വിവരണമാണല്ലേ, നെഹ്റുവിനെ കുറിച്ചുള്ള. ഈ ഒരു വിവരണം വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ആവേശം തോന്നുന്നുണ്ട് അല്ലേ. ആ ഒരു ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ അങ്ങനെ ഒരു വള്ളംകളി, നമ്മളിപ്പോൾ ഓട്ട മത്സരമൊക്കെ കാണുമ്പോൾ നമ്മൾ അപ്പ് 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 എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര കാണികളായ നമ്മൾ ഭയങ്കര ആവേശം കാണിക്കാറുണ്ട് അല്ലേ. അത് തന്നെയാണ് ഇവിടെ നെഹ്റുവും കാണിച്ചത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി വള്ളം കളിയിൽ പങ്കെടുത്തത്? പണ്ഡിറ്റ് എത്തുമ്പോൾ 63 കതിനാവെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് വെള്ളം കളിയിൽ പങ്കെടുത്തിട്ടുള്ളത്? നടുഭാഗം, നെപ്പോളിയൻ, ചെമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, ദിവാൻജി, മാമ്പിയക്കരി. ഇനി 63 കതിനാവെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? പാഠഭാഗത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വയസ്സിനെ സൂചിപ്പിക്കാനായിരുന്നു 63 കതിനാവെടികൾ പൊട്ടിച്ചത്. നെഹ്റു അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിച്ചത് എങ്ങനെയെല്ലാമാണ്? വെള്ളം കളി കാണുമ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടുകയും കളിയോടങ്ങൾ മണ്ഡപത്തോട് അടുത്തപ്പോൾ ആവേശം കൊണ്ട് അടുത്തുള്ള കസേരയിൽ ചാടിക്കയറിയുമൊക്കെയാണ് നെഹ്റു സന്തോഷം പ്രകടിപ്പിച്ചത്. നമുക്ക് ഒരു പ്രവർത്തനം കൂടി നോക്കാം. ചേർത്തെഴുതാം. എത്തി അധികം പോയി, എത്തിപ്പോയി. ഇതുപോലെ താഴെ കൊടുത്തവ ചേർത്തെഴുതുക. നമുക്കറിയാം അല്ലെ. ചാടി അധികം കയറി, ചാടിക്കയറി. തുള്ളി അധികം ചാടി, തുള്ളിച്ചാടി. നോക്കി അധികം കണ്ടു, നോക്കിക്കണ്ടു. ചീറി അധികം പാഞ്ഞു, ചീറിപ്പാഞ്ഞു. അക്ഷരങ്ങൾക്ക് നമ്മൾ കുറച്ച് സ്ട്രെസ് കൊടുക്കുകയാണ് അല്ലെ. ഖ ഛ ഖ ഭ. കണ്ടോ?
ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ കൂടുതൽ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഓരോ കുട്ടിനെയും വ്യക്തിപരമായി പരിഗണിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മന്ത് ജോയിൻ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ട്യൂഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. Okay, thank you.